ഗിരിയുടെ അമ്മ പറയുകയാണ് ഗോപാൽജിയോടുള്ള അവൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെ സഞ്ജയുടെ അറസ്റ്റ് കാരണം മഞ്ജുവും ഗിരിയും തമ്മിൽ കൂടുതൽ അകലാൻ സാധ്യതയുണ്ട്. അവർ കൂടുതൽ വഴക്കാവുകയുള്ളൂ. അതുതന്നെയാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി ഞാനും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ പറയുകയാണ് അവർ. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു അവർ തമ്മിൽ. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അരവിന്ദാക്ഷൻ സാറിന് ഒരു കോള് വരികയാണ്. സഞ്ജയ് ഒളിച്ചിരിക്കുന്ന ആ റിസോർട്ട് എവിടെയാണെന്ന് അവർക്ക് അറിവ് കിട്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാണോ അവിടെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ വന്ന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും മറ്റുള്ള പോലീസുകാരോട് പറയുകയാണ് സഞ്ജയ് ഒളിച്ചിരിക്കുന്ന റിസോർട്ട് കണ്ടെത്തി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡാനിയൽ സാറിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഫോൺ മേടിച്ച് വെക്കുകയാണ്. എന്നിട്ട് ആരെയും വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുന്നുണ്ട്, നമ്മൾ പോയി നമ്മുടെ ഈ കൃത്യനിർവഹണം നടത്തുന്നത് വരെ തൽക്കാലം ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഗിരി വരികയാണ്. ഗിരി വന്നിട്ട് പറയുകയാണ് എങ്ങോട്ടാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ സഞ്ജയുള്ള സ്ഥലം അറിവ് കിട്ടി അങ്ങോട്ട് പോവുകയാണ്. നീ തടസ്സപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ ഞാനൊന്നും തടസ്സപ്പെടുത്തുന്നില്ല, ഇനി എന്തിനാ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണേ? മരുന്ന് പിടിച്ചതിൻ്റെ പേരിലുള്ള കേസിലാണെങ്കിൽ അതിൽ സഞ്ജയ് നിരപരാധിയാണ്. അതിൻ്റെ യഥാർത്ഥ പ്രതി ഞാനാണ്. ഞാൻ കീഴടങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും അതുപോലെ ബിജുക്കുട്ടനും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്, ഡാനിയൽ സാറും എല്ലാം. അപ്പോൾ നീ ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോപാൽജിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാവുന്നത് പോലെയൊക്കെ ചെയ്യും, അതിനിപ്പോൾ ആരാ ചോദിക്കുക എന്നുള്ള രീതിയിൽ അതിൽ തന്നെ ഉറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഗിരി. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് മഞ്ജു അതിനിടയിൽ പറയുന്നുമുണ്ട് അരവിന്ദാക്ഷൻ സാറിനോട്, അതായത് സാറിന് അറിയില്ലേ ഗിരിയേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് മാത്രമല്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷെ അവൻ തന്നെ വന്ന് പറയുന്നത് കേട്ടില്ലേ, അവൻ വളരെ ഉറച്ച തീരുമാനത്തോടു കൂടി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് സഞ്ജയ് ഇറക്കിക്കൊണ്ട് പോകാൻ. നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗിരിയാണെങ്കിൽ അതേ നിലപാട് കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തോ, ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്താലും ശരി സഞ്ജയെ ജയിലിൽ അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഗോപാൽജിയുടെ മകനാണ് അവൻ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഡാനിയൽ സാർ അത് കേൾക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ എന്തൊന്നും ആലോചിച്ച് നിൽക്കുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ വേറെ നിർവാഹമില്ലാതെ അരവിന്ദാക്ഷൻ സാർ പറയുകയാണ് മഞ്ജു നീ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കി അകത്തേക്ക് കൊണ്ട് ജയിലിൽ ഇടുന്നു പറഞ്ഞിട്ട് പറയുമ്പോൾ മഞ്ജു ഒരു നിമിഷം ആകെ പകപ്പോടുകൂടി നിൽക്കുകയാണ്. പിന്നെ വീണ്ടും പറയുമ്പോൾ മഞ്ജു അത് മനസ്സോടെ അത് ചെയ്യുകയാണ്. അതിനുശേഷം ആലോചിക്കുന്നുണ്ട് തൻ്റെ അച്ഛൻ്റെ അനുഭവം തന്നെ, കള്ളക്കേസിൽ എനിക്കിവിടെ കിടക്കേണ്ടി വന്നല്ലോ, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനിടയിൽ ഡാനിയൽ സാർ ചെന്നിട്ട് നമ്മുടെ സഞ്ജയെ വിളിക്കുകയാണ്. അപ്പോൾ സഞ്ജയ് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റിസോർട്ടിലാണെന്ന് സേഫായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കറിയാം, ഞങ്ങൾ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ വരാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഗിരി ഇപ്പോൾ വന്ന് സഞ്ജയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് കേസിൽ അകപ്പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരി, അവനെ കൊണ്ട് അത്രയും വലിയ ഉപകാരമുണ്ടായി, വെറുതെ അല്ല അച്ഛൻ അവനെ ഇങ്ങനെ തീറ്റിപ്പോയിട്ടു എന്ന ചോറിന് നന്ദിയുള്ളവൻ തന്നെയാണ് എന്ന് അച്ഛൻ പറയുന്നത് ശരിയാണ്. അവൻ ഇത്ര വിശ്വസ്തനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ്. ചാച്ചുവിനെയാണ് കാണിക്കുന്നത്. ചാച്ചു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആരോടൊക്കെ പറയുന്നുണ്ട് സഞ്ജയ് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല, അത് ഗോപാൽജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എനിക്കങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജയ് അവിടെ എത്തുകയാണ്. സഞ്ജയ് പറയുകയാണ് എന്തൊരു സ്നേഹമാണ് എന്നോടൊന്ന്. അപ്പോൾ ചെറുക്കൻ നീ എന്ത് പണിയായി കാണിച്ച്, നീ എന്ത് ഉദ്ദേശിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നേ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി എന്ത് പ്രശ്നം, ഒരു കേസുമില്ല, കേസൊക്കെ ക്ലോസ് ചെയ്തെന്ന് പറയുന്നു. എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഈ സംഭവമൊക്കെ പറയുകയാണ്. ഗിരി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഗിരി ഏറ്റെടുത്തു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവൻ അത്രയൊക്കെ ചെയ്യുമോ, ഗോപാൽജിക്ക് വെറുതെ അല്ല അവനോട് ഇത്ര കാര്യം, അവൻ എന്തൊക്കെ പറഞ്ഞാൽ നന്ദിയുള്ളവനാ, നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കാര്യം ഓക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. എന്തായാലും ഈ കാര്യം ഗോപാൽജിയെ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചില്ല, വിളിച്ചു കഴിഞ്ഞാൽ നോക്കി പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ചാച്ചു പറയുന്നത് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാച്ചു വിളിക്കാൻ പോകുന്നു. ശേഷം ഭാനുവമ്മ ഗിരിയുടെ അമ്മയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു മുകുന്ദൻ ഇപ്പം എന്നെ വിളിച്ചിരുന്നു, മുകുന്ദനെ ഗിരി വിളിച്ചെന്നാണ് പറഞ്ഞത്, അവനെ സ്റ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഗിരി വിളിച്ചത്, ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ. എന്തായാലും മുകുന്ദനെ വിളിച്ചിട്ട് ജാമ്യം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആകെ നമ്മൾ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ മലപ്പുറം തന്നെയാണ്, പോലീസുകാർ എൻ്റെ മോനെ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ഇത്രയധികം വിഷമിപ്പിക്കുന്നത്, അവനൊരു തെറ്റും ചെയ്യില്ലെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കും അറിയുന്ന നാട്ടുകാർക്ക് എല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ
അവർക്കിത് തെറ്റ് പറ്റിയതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നിനക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് മദ്യദുരന്തം വന്നപ്പോൾ ആ പേരും പറഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതാണ്. അതുപോലെ തന്നെ എൻ്റെ മോനും അതേ അവസ്ഥ തന്നെ വന്നു. എല്ലാത്തിനും കാരണം ഈ പോലീസുകാരാണ്. അവർക്ക് എൻ്റെ കുടുംബത്തിനോടുള്ള പക ഇതുവരെ തീർന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നീ എന്തായാലും ധൈര്യമായിട്ട് ഇരിക്കും. ഇപ്പോൾ അവിടെ മഞ്ജു ഒക്കെ ഇല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവളും അങ്ങനെയുള്ള ആൾ തന്നെയാണ്. എന്ത് വന്നാലും ഒരു പോലീസുകാരൻ്റെ മകൾ തന്നെയല്ലേ അവൾക്ക് ആ ചോര തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. അവളുടെ അച്ഛനും ഇതേ പ്രവൃത്തി തന്നെയല്ലേ എൻ്റെ ഭർത്താവിനോട് ചെയ്തതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ധൈര്യമായിട്ട് ഇരിക്കുക. എന്തായാലും മുകുന്ദൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ടേ വരുള്ളൂ. നീ അതോർത്ത് പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നത് വീണ്ടും ഭാനു അമ്മ ഗിരിയുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഗിരിയുടെ അമ്മ അതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ് വീട്ടിലുള്ള ഗിരിയുടെ ആൻറ്റിയുമായിട്ട്. ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.